നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റ് ആനുകൂല്യ വിതരണ അറിയിപ്പുകൾക്കുമൊക്കെയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, മെയ് മാസത്തിൽ 3200 രൂപ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുവാൻ പോകുന്നതെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2024 കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്തായിരിക്കും മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്നത്. നമുക്കറിയാം, 2023 5 മാസത്തോളം പെൻഷൻ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 2024 ഈ ഒരു കുടിശ്ശികയൊക്കെ പതുക്കെ വിതരണം ചെയ്തു തുടങ്ങി. ഇപ്പോൾ നിലവിൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യുവാനുള്ളത്. ഇതിൽ നിന്നുമാണ് ഒരു ഗഡു പെൻഷൻ വിതരണം ചെയ്യുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക നമുക്കറിയാം, വിഷുവിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മെയ് മാസത്തെ പെൻഷൻ തുകയും മെയ് ആദ്യ വാരത്തിൽ തന്നെ അതിൻ്റെ വിതരണം സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു പെൻഷൻ, അതായത് കുടിശ്ശികയുള്ള ഒരു ഗഡു പെൻഷൻ കൂടി കൂട്ടിച്ചേർത്തായിരിക്കും ഈ മാസത്തിൽ 20-ാം തീയതിയോടുകൂടി വിതരണം ആരംഭിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെൻഷൻ ലിസ്റ്റിലുള്ള 62 ലക്ഷത്തോളം ആളുകളിൽ നിന്നും മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു പെൻഷൻ തുകയുടെ അവകാശം, അല്ലെന്നുണ്ടെങ്കിൽ പെൻഷൻ തുകയ്ക്ക് അർഹതയുള്ളത്. അപ്പോൾ ഈ ഒരു പെൻഷൻ തുക ആദ്യം ലഭിക്കുന്നത് നമുക്കറിയാം, അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും. സാധാരണഗതിയിലൊക്കെ നമ്മളുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും പെൻഷൻ തുക ആദ്യം ലഭിക്കുക. ഇത്തരത്തിലായിരിക്കും ഈ മാസവും ആദ്യം തന്നെ പെൻഷൻ ലഭിക്കുവാൻ പോകുന്നത്. എന്നാൽ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. ഈ ഒരു പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് വരുന്ന ആ ഒരു ദിവസം കഴിഞ്ഞ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള വിതരണവും ആരംഭിക്കും. അത് സഹകരണ ബാങ്കിലെ ചില നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വിതരണം ആരംഭിക്കുക. അതുകൊണ്ടാണ് 2-3 ദിവസം സാവകാശം അല്ലെങ്കിൽ താമസമെടുക്കുന്നത്. പെൻഷൻ വിതരണത്തിൻ്റെ കൃത്യമായ തീയതി ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രദ്ധിക്കുക. താങ്ക്